നമസ്കാരം, ഡ്രീം ക്യാപ്ചറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് താമരശ്ശേരി ചുരം കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കുന്ന കരിന്തണ്ടനെ പറ്റി അറിയാൻ പോവുകയാണ്. കരിന്തണ്ടനെ പറ്റി അറിയാം, കരിന്തണ്ടന്റെ ചരിത്രത്തെ പറ്റി മനസ്സിലാക്കാം. ഇവിടെ കരിന്തണ്ടൻ സ്റ്റെയിൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കരിന്തണ്ടനുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അതും നമുക്കൊന്ന് കാണാം. എന്നാ വിട്ടാലോ? ബാ. കരിന്തണ്ടൻ വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗത്തിലെ കാർന്നവരായിരുന്നു. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു. താമരശ്ശേരി ചുരത്തിന്റെ പിതാവായി ആണ് കരിന്തണ്ടനെ ആദിവാസികൾ കാണുന്നത്. ബ്രിട്ടീഷുകാർ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും അവിടെ നിന്ന് മൈസൂരിലേക്കും ഒരു പാത നിർമ്മിക്കാൻ വേണ്ടി പല വഴികൾ ശ്രമിച്ചു എങ്കിലും വിജയിച്ചില്ല. വയനാടൻ കാടിനെയും ഭൂപ്രകൃതിയെയും നന്നായി അറിയുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പുതിയ വഴി കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രബല സാമ്രാജ്യത്തിന് കേവലനായ ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മായ്ക്കുന്നതിനു വേണ്ടിയും ഈ വഴി മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ഭയം കൊണ്ടും കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നു എന്നതാണ് ഐതിഹ്യം. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് അലഞ്ഞു നടന്നു എന്നും ചുരം വഴി കടന്നുപോകുന്ന കാളവണ്ടികളെയും മറ്റു വാഹനങ്ങളെയും കരിന്തണ്ടൻ അപകടത്തിൽപ്പെടുത്തി. അതിന്റെ പ്രശ്നവിധിയായി ഈ ആത്മാവിനെ ഒരു ഇരുമ്പ് ചങ്ങനയിൽ ബന്ധിച്ചു എന്നും ആദിവാസികൾ വിശ്വസിച്ചു വരുന്നു. ഈ ആത്മാവിനെ ബന്ധിച്ച ചങ്ങലമരം ലക്കിടിയിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. കൽപ്പറ്റയിൽ നിന്നും 16 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്നും 49 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും 51 കിലോമീറ്ററുമാണ് ചങ്ങലമരത്തിലേക്കുള്ള ദൂരം. ഇതാണ് കരിന്തണ്ടൻ സ്റ്റെയിൻ. ഇവിടെ നമുക്ക് ഇങ്ങനൊരു ബോർഡ് ദൃശ്യമാവും. ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോടിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഈ ഒരു ബോർഡ് ഇങ്ങനെ നമുക്ക് റോട്ടിൽ നിന്ന് അങ്ങനെ ആ സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കാണാനായിട്ട് പറ്റും. ഇതിങ്ങനെ കിടക്കുവാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഇതാ എല്ലാം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ആ മരത്തിൻ്റെ ഭാഗമാണ്. ഇതുണ്ടോ ഇങ്ങനെ ഒരു സംഭവം കേട്ട് തിരിച്ചിട്ടുണ്ട് ഈ മരത്തിൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, കരിന്തണ്ടൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അവിടെ ആണെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ കഥ കേട്ടതാണല്ലോ, കരിന്തണ്ടൻ്റെതായ ഓരോ കാര്യങ്ങളും നമ്മൾ ആ കഥ കേട്ടതാണല്ലോ. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വിളക്ക് കത്തിച്ചതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ ഒരു കരിന്തണ്ടൻ ഇങ്ങനെ ആൾക്കാരെ ഉപദ്രവിച്ച് തുടർന്നാണ് ഇങ്ങനെ കരിന്തണ്ടനെ തളച്ചിട്ടതും. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് ഉള്ള പരിപാടിയൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ വരുന്ന വഴി നമ്മളത് കേട്ട കാര്യങ്ങളാണ്. ഇതാണ് കരിന്തണ്ടൻ സീൻ. ഇത് നമ്മൾ വരുന്ന വഴിക്ക് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു കരിന്തണ്ടൻ സീൻ. ഇത് എല്ലാവർക്കും പെട്ടെന്ന് അത് ദൃശ്യമായിക്കോണമെന്നില്ല, എന്നാൽ ശ്രദ്ധിച്ചു വരുവാണെങ്കിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയ്ബിൻ സൈനിങ് ഔട്ട്. ടാറ്റാ.